നേപ്പാളിൽ സംഘർഷങ്ങൾക്കൊന്നും യാതൊരുവിധ അറുതിയും വന്നിട്ടില്ല. ഇപ്പോഴിതാ നേപ്പാളിൽ നിന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 7000 തടവുകാരാണ്, എത്രയാണ് 7000 തടവുകാരാണ് ഇപ്പോൾ ഈ സംഘർഷങ്ങൾക്കിടയിൽ ചാടിപ്പോയത് എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പോരാത്തതിന് ഈ തടവുകാർ ഇന്ത്യയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞ ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇപ്പോൾ അതിർത്തിയിൽ ജാഗ്രത കർശനമാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഇതിൽ 35 തടവുകാർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചുവെങ്കിലും ഇവരെല്ലാം ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും അറിയാനായി സാധിക്കുന്നു. കെ.പി. ശർമ്മ ഒലിയുടെ സർക്കാരിനെ അട്ടിമറിച്ച യുവ വിപ്ലവം ഇപ്പോൾ നിയന്ത്രണാതീതമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രിയും പ്രസിഡന്റും മന്ത്രിമാരും രാജിവെച്ചെങ്കിലും സ്ഥിതിഗതികൾ നിയന്ത്രിക്കപ്പെടുന്നില്ല എന്നും അറിയാൻ സാധിക്കുന്നു. എല്ലായിടത്തും ആക്രമണം പൊട്ടിപ്പുറപ്പെടുകയാണ്, കൊള്ള വർദ്ധിച്ചിരിക്കുകയാണ്. കുഴപ്പങ്ങൾ നിറഞ്ഞ സാഹചര്യം മുതലെടുത്ത് വിവിധ ജയിലുകളിൽ നിന്ന് 7000-ഓളം തടവുകാർ രക്ഷപ്പെട്ടു. പെട്ടെന്ന് ഒലി പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് ഇപ്പോൾ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കേണ്ട സാഹചര്യം സംജാതമായിരിക്കുന്നു. അതേസമയം സൈന്യം രാജ്യത്തുടനീളം കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. ബൈജ്നാഥിലെ ജയിലിൽ നിന്നാണ് പ്രായപൂർത്തിയാകാത്തവർ രക്ഷപ്പെട്ടത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ സമയത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിയുതിർത്തു. ജയിലിൽ സൂക്ഷിച്ചിരുന്ന ആയുധങ്ങൾ കൊള്ളയടിക്കാൻ തടവുകാർ ശ്രമിച്ചു. ജയിലിലെ ആയുധങ്ങൾ കൊള്ളയടിച്ച് അത് പോലീസുകാരെ കൊല്ലാനാണ് ഇവർ ഉപയോഗിക്കാൻ ശ്രമിച്ചത്. അങ്ങനെ വെടിയുതിർത്തതിൽ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും ഉണ്ട്. 5 ജയിലിൽ കഴിയുന്ന തടവുകാർ ഈ വെടിയുതിർത്തതിൽ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തടവിലാക്കപ്പെട്ട 176 പേരിൽ 76 പേരാണ് ഇപ്പോൾ രക്ഷപ്പെട്ടത്. 100 പേരെ പിടിക്കാനായി ഇപ്പോൾ അവിടെയുള്ള പോലീസിന് സാധിച്ചിട്ടുണ്ട്. നേപ്പാൾ ഉടനീളമുള്ള വിവിധ ജയിലുകളിൽ നിന്ന് ഏകദേശം 7000 തടവുകാർ രക്ഷപ്പെട്ടതായി മൈ റിപ്പബ്ലിക്ക പത്രം അവകാശപ്പെടുന്നുമുണ്ട്. രാജ്ബിരാജ് ജയിലിൽ തടവുകാർ ആ ജയിലിന് തീയിട്ടു. ഇത് തിക്കിലും തിരക്കിലും കലാശിച്ചു. പിന്നീട് തടവുകാർ രക്ഷപ്പെട്ടു. ബിർഗുഞ്ച് ജയിലിൽ തടവുകാർ ഒരു വലിയ ദ്വാരമുണ്ടാക്കി അത് തകർത്താണ് രക്ഷപ്പെട്ടത് എന്ന് റിപ്പോർട്ടുകളുണ്ട്. മറുവശത്ത് ആക്രമണത്തിൽ ഇതുവരെ 25 പേരാണ് കൊല്ലപ്പെട്ടത്. 600-ലധികം പേർക്ക് പരിക്കേറ്റു. ബുധനാഴ്ചയും നിരവധി ആക്രമണങ്ങളും കൊള്ളയടിക്കലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതിനിടയിൽ ആയുധങ്ങൾ, വസ്ത്രങ്ങൾ, സാധനങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ എന്നിവ കൊള്ളയടിച്ച് പല ആൾക്കാരും ഓടി രക്ഷപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഈ കവർച്ചയുടെ വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. ചില വീഡിയോകളിൽ യുവാക്കൾ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്ന് ആയുധങ്ങൾ കൊള്ളയടിക്കുന്നതും കാണാം. നിരവധി മാളുകൾ മണിക്കൂറുകളോളം നശിപ്പിക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്തു. തുടർന്ന് മുഴുവൻ മാളുകളും ഒഴിപ്പിച്ചു. ആളുകൾ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി ആയുധങ്ങൾ കൊള്ളയടിക്കുന്ന ഒരു വീഡിയോയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. നിലവിൽ നേപ്പാളിൽ മുഴുവൻ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതേസമയം കാഠ്മണ്ഡു വിമാനത്താവളം വീണ്ടും തുറന്നു എന്നും അറിയാൻ സാധിക്കുന്നു. നേപ്പാളിൽ ഒരു സർക്കാർ നിലവിലില്ല. അതിൻ്റെ അരാജകത്വമാണ് അവിടെ നടക്കുന്നതെന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത്. സൈന്യം സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലെ നിയന്ത്രണങ്ങൾ, അഴിമതി, അടിച്ചമർത്തൽ നയങ്ങൾ എന്നിവ കാരണം യുവാക്കൾ സർക്കാരിനെ അട്ടിമറിച്ച് എല്ലാ പ്രധാന സർക്കാർ കെട്ടിടങ്ങളും അഗ്നിക്കിരയാക്കി അവിടെയുള്ള ധനമന്ത്രിയെ ഓടിച്ചിട്ട് അടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. തലനാരിഴയ്ക്കാണ് അയാൾ രക്ഷപ്പെട്ടത്. സർക്കാർ ഇനി രൂപീകരിക്കേണ്ടതുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ ഇടക്കാല സർക്കാരിൻ്റെ കമാൻഡ് മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കിയാണ് എന്നും നമുക്കറിയാനായി സാധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.